വല്ലാത്ത ബെല്ലടങ്ങാറായി പോയി ബാപ്പോ. BJPയെ സംബന്ധിച്ചിടത്തോളം ഈ നോട്ട് നിരോധനം എന്ന് പറയുമ്പോ സനാതന ധർമ്മത്തിന്റെയും ഐതിഹ്യ ശാഖകളുടെയും പ്രതിഫലനമാണിത്. അയ്യോ, എന്റെ മൻമോഹൻ സിംഗ് അച്ചായൻ ഉണ്ടായിരുന്നുവെങ്കിൽ ഇതൊന്നും സംഭവിക്കില്ലായിരുന്നു. സോണിയ മറിയം ഉണ്ടാക്കി തന്ന പലതും ഇവരില്ലാതാക്കാണല്ലോ വക്കീലേ. മുകേഷ് ഏട്ടാ, ഈ ബഡായി ബംഗ്ലാവിലെ കള്ളപ്പടൊക്കെ ഞാൻ കളിപ്പിച്ചേരാം. ഈ ബാങ്കുകാരെന്നെ ദൈവത്തെ പോലെയാണ് കാണുന്നത്. 2 ദിവസം മുന്നേ പോയപ്പോ പറയാതെ ദൈവമേ നീ പിന്നെയും വന്നാന്ന്. നോട്ട് വിഷയത്തിൽ മുൻ പ്രധാനമന്ത്രിയുടെ മാസ് ഡയലോഗ്. The decision to depoliticize the disqualification and ഡിംഗോളിഫിക്കേഷൻ. പ്രിയമുള്ളവരെ, എന്റെ കയ്യിൽ കാസുള്ളപ്പോ അവരെയാ വാസി പിടിച്ച് നടന്നവരാണ്. അവരുടെ കയ്യിലെ കാസ് വലിക്കിപ്പിക്കാൻ ഇപ്പൊ പരക്കം പായുന്നത്. എന്തെങ്കിലും ഒന്ന് ബാങ്കർക്കില്ല, ഇത് സമ്മതിക്കില്ലാന്നോ? പോയി ടാക്സ് അടക്കണോ എടോ, പോയി ടാക്സ് അടക്കാന്ന്. വിവാദത്തിലായ സംവിധായകന്റെ വാർത്താ സമ്മേളനം. സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി ലോകം കണ്ട ഏറ്റവും വലിയ നരാധിപന്റെ കാല് പിടിക്കുന്ന സുമേഷ് ഗോപിയെ എനിക്ക് അറപ്പോടും വെറുപ്പോടും കൂടി മാത്രമേ കാണാൻ കഴിയുള്ളൂ. അപ്പോ അത് ശരി, അങ്ങനെയാണല്ലേ കാര്യം. എന്റെ വീട്ടിൽ നിന്ന് ഉപ്പും ചോറും തിന്ന് എനിക്ക് തരുന്നു, ഇറങ്ങി പൊക്കോ എന്റെ വീട്ടിൽ നിന്ന്. അപ്പോ ഇതിൽ പ്രതിഷേധിച്ച് ആർട്ടിസ്റ്റ് ബേബിയുടെ തെരുവ് നൃത്തം. ആർട്ടിസ്റ്റ് ബേബി, ഞാൻ ഇത്രയ്ക്ക് ചീപ്പാണോ? മനുഷ്യ കുഷ്ടം വെച്ചിട്ട് എത്ര വലിയ ആളാന്ന് പറഞ്ഞ ഒരു കാര്യമില്ല. സോഡിയ അറിഞ്ഞ കരച്ചിച്ച് തുപ്പും. സോഡിയ നമ്മുടെ മുത്തല്ല ബേബിച്ചേട്ടാ. പ്രധാനമന്ത്രിയെ നരാധിപൻ എന്ന് വിളിച്ചാലും എന്നെ അറപ്പോടും പുച്ഛത്തോടും കണ്ടാലും ഇവർക്കൊന്നും നോവില്ല. പക്ഷെ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി ഏതറ്റം വരെ തരം താഴ്ന്ന ഇവനൊക്കെ വല്ലത് പറഞ്ഞ ഇവിടെ ചിലർക്കൊക്കെ നോവും അല്ലേ? അവിടെ ധാത്വികമായ ഒരു അവലോകനമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ദിലീപും കാവ്യമാധവനും പ്രഥമ ദൃഷ്ടിയാൽ അകൽച്ചയിലായിരുന്നുവെങ്കിലും അവർക്കിടയിലുള്ള അന്തർധാര സജീവമായിരുന്നു എന്ന് വേണം കരുതാൻ. ഇത് റാഡിക്കലായിട്ടൊരു മാറ്റം അല്ല. അയ്യോ, എന്തോരാളുകളാണ്. ഞാൻ നിങ്ങളുടെ പഴയ കാവ്യട്ടോ, യാതൊരു മാറ്റമില്ല. നിങ്ങൾ എന്നെ ശ്രദ്ധിക്കരുത്. ഞങ്ങൾ ദുബായിലോ മറ്റെവിടെങ്കിലും പോയി ജീവിച്ചോളാം. ഇവർക്ക് ദുബായി പോണ്ട വല്ല കാര്യമുണ്ടോ? ഇവിടെ ഊട്ടിയുണ്ട്, കൊടൈക്കനാലുണ്ട്, മൂന്നാറുണ്ട്, പിന്നെ ലുലുമാലുമുണ്ട്. സോളാർ കമ്മീഷന് മുന്നിൽ സരിത ചാണ്ടി സാറെ ചോദ്യം ചെയ്യുന്നു. തമിഴ് സമയ സംരക്ഷണം. നിയമസഭയിലെ സോളാർ വിൽക്കാൻ ഞാനെന്ന് വന്നില്ലേ ചാണ്ടി സാറ്? തെളിവില്ല വന്നതിനൊന്നും താനാണ് എന്നതിന്റെ തെളിവെന്താണ്? തെളിവില്ല, ഒരു കാര്യത്തിൽ ഒരു തെളിവില്ല. ഈ പരിപാടി നിങ്ങൾക്കായി സ്പോൺസർ ചെയ്തിരിക്കുന്നത് കട്ടപ്പനയിലെ ഹൃതിക് റോഷൻ. ഒന്നിനെ വെട്ടിക്കൊന്നു, ഒന്നിനെ കുത്തിക്കൊന്നു, ഒന്നിനെ ഞെക്കിക്കൊന്നു. ഇനി മനസ്സാവാച കർണാടക കൊല്ലല് നിർത്തി. നിങ്ങൾ ഞത്തോളും എന്റെ കറണ്ട് ബില്ല് കണ്ടിട്ട്. എന്താ എന്നെ വായി പൊളിച്ചിരിക്കുന്നത്? വീട്ടിൽ പോ സാർ, പുറത്തിറങ്ങാൻ പറ്റുന്നില്ല സാർ. എല്ലാവരും ഫിഡൽ കാസ്ട്രോ എന്ന് വിളിക്കുന്നു. ഞാൻ ഫിഡൽ കാസ്ട്രോ ഇല്ല സാർ. ജ്യൂസ് കുടിച്ച് പുറത്തേക്ക് വലിച്ചെറിയുന്നവരും സ്ട്രോ. അന്തരിച്ച തമിഴ്നാട് മുഖ്യമന്ത്രി ജയലളിതയെ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഗവർണർ. തമിഴ്നാട് മുതൽവർ ജയലളിത അവർക്ക് കേരളവോടെ കണ്ണീർ അഞ്ജലി. അടുത്ത മുഖ്യമന്ത്രി ആരേക്ക് എന്ന ചർച്ചകളിൽ സിനിമാ താരങ്ങളും. അപ്പൊ முதலே காட்சி பயப்படுது பாடா. பிச்சைக்கார பேச மாட்டேன், அப்படி பேசக்கூடாதுடா. நம்ம மாதிரி ஆளுகளுக்கெல்லாம் செட் ஆகாதுடா இந்த முதல்வர்ல. அதுக்கு தளபதிடா. என்ன சொன்ன? தளபதியா? நான் எல்லாம் இளைய தளபதிடா. அதுக்கு ரஜினி சாரு தாண்டா வேணும். தமிழ் படங்கள்ல வருக வச்சுக்கிட்டு மீசிய முறுக்கிக்கிட்டு லூங்கிய கட்டிக்கிட்டு நம்ம யாரு முதல்வர்னு சொன்னா குனிஞ்சு சொல்லுங்க சும்மா அப்படி வந்து நிற்பானே, அந்த மாதிரி முதல்வரை நினைச்சேடா. സൂപ്പർ സ്റ്റാർഡാ. നാളെയും കൊല ചെയ്ത വാർത്തകൾ വന്നിടാം. ഭാരതം മൊത്തത്തിൽ അർത്താലുമാകാം. കൊല്ലം കൊറേയായി കൊല്ലുന്ന സോദരെ, ഇനിയെങ്കിലും കത്തി താഴെയിടുമോ? കൊല്ലം കൊറേയായി കൊല്ലുന്ന സോദരെ, ഇനിയെങ്കിലും കത്തി താഴെയിടുമോ? നന്ദി, നമസ്കാരം. ഇതോടുകൂടി ഹയർ സെക്കൻഡറി വിഭാഗം പെൺകുട്ടികളുടെ മിമിക്രി മത്സരം ഇവിടെ പൂർണ്ണമാകുന്നു.